ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് വർത്താനം? നല്ല ചൂട് കാലമാണല്ലേ. അപ്പോൾ ഞാൻ വലിയ ചെമ്പുകളിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. 2-3 വലിയ ചെമ്പിൽ നിറപ്പിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് തണുപ്പിച്ച് ഇങ്ങനെ കൊടുക്കാമല്ലോ. എപ്പോഴും മിനിറ്റിന് വെള്ളം കൊടുക്കേണ്ട ഒരു ടൈമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചപ്പാത്തി ചുട്ടു കേട്ടോ. ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കി, പിന്നെ ചോറൊക്കെ വെച്ച്, പിന്നെ ചക്ക ഇട്ടു കേട്ടോ. എന്നിട്ട് ചക്ക കൊണ്ടൊരു കൂട്ടാനും, അതുപോലെ മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചക്കക്കുരു മാങ്ങയും വെള്ളരിക്കയൊക്കെ ഇട്ടിട്ട് ഒരു കറിയും കൂടി വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പുറത്ത് പോയിട്ടോ. ഞങ്ങളും ചേച്ചി എല്ലാവരും കൂടി ആയിട്ടാണ് പോയത്. ചേച്ചീൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ യാത്ര. കുട്ടികൾക്ക് എന്നും വെക്കേഷനായിട്ട് എങ്ങോട്ടും പോണില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നാമത് പോവാത്തത് ഈ വെയിൽ ഭയങ്കര ചൂടല്ലേ. 5:30-6 മണിയാവും ഈ ചൂടൊന്നും അവിടെ നിൽക്കാൻ. അതുവരെ വീടിൻ്റെ ഉള്ളിലിരിക്കുക എന്നല്ലാതെ പുറത്തേക്ക് ഇറങ്ങണത് ചിന്തിക്കാൻ തന്നെ വയ്യ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ കുട്ടികളെ നിർബന്ധത്തിന് അങ്ങനെ പോയതാട്ടോ വൈകുന്നേരം. അപ്പോൾ കുട്ടികൾക്ക് നല്ല കാര്യമായിട്ടോ. അതുകൊണ്ട് അവർക്ക് നീന്തൽ പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ സമയമാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ അവർ കുറേ കളിച്ചു കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ വല്ലാതെ തിരയടിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ മുകളിലേക്ക് നിൽക്കുകയാണ്. പിന്നെ കുറച്ചൊരു 10 മിനിറ്റ് അവർ അങ്ങനെ വെറുതെ തിരയടിപ്പിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് അത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ചിലർക്ക് പേടിയില്ലാത്തവരൊക്കെ ഇറങ്ങുന്നുണ്ട്, നന്നായി നീന്താൻ അറിയുന്നവർക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായി ഇന്നത്തെ യാത്ര. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് ഇനി നാളെയും പോവുക, വിച്ചൊക്കെ ചോദിക്കുക നാളെയും പോകണം കേട്ടോ, മറ്റന്നാളും പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നീന്തൽ പഠിക്കണം. അവരെ ചിലപ്പോൾ ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു രസമായി ഇന്നത്തെ യാത്ര. അപ്പോൾ ഇത് നിലമ്പൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം അടിപൊളിയായി ഇന്നത്തെ ദിവസം. അപ്പോൾ ടാറ്റാ.